വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് സ്കന്ദഷഷ്ടി 5-ാം ദിവസമാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ ഭയങ്കര തണുപ്പുണ്ട് പുറത്ത്. ഈ 5 ദിവസവും ഭയങ്കര മഴയും കാറ്റുമാണ് പുറത്ത്. എന്നാലും രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഫ്രഷായി ഭഗവാനെ വിളക്ക് കൊളുത്തിയിട്ടുണ്ടായിരുന്നു. രാവിലെ നിറച്ച് പൂക്കൾ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ തട്ടത്തിലല്ല പൂക്കളും വെച്ചിട്ടുണ്ടായിരുന്നത്, വിളക്കും കത്തിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇന്ന് ഒരു പ്രത്യേക ദിവസമാണ്. അപ്പോൾ ഇന്ന് തട്ടപൂജ ഭഗവാന് വേണ്ടിയിട്ട്, സ്കന്ദന് വേണ്ടിയിട്ട് നടത്തുന്നുണ്ട്. അപ്പോൾ തട്ടപൂജയ്ക്ക് വേണ്ടിയിട്ട് തട്ടം വേറെ ഇല്ലാത്തത് കൊണ്ട് ഈ തട്ടം കൊണ്ടുപോവാണ്. അതുകൊണ്ടിട്ടാണ് ഇന്ന് തട്ടം വയ്ക്കാതെ വിളക്ക് കത്തിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ പതിവ് പോലെ രാവിലെ ഭഗവാന്റെ കീർത്തനങ്ങളും നാമങ്ങളൊക്കെ ജപിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇന്ന് 4:00-ക്കാണ് ഭഗവാനെ കാണാനായിട്ട് രാവിലെ പോകാറുള്ളത്. പക്ഷേ ഇന്ന് കുറച്ചുകൂടെ നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം തട്ടപൂജ നടത്തുന്നതുകൊണ്ട് റെസിപ്റ്റൊക്കെ എഴുതണം. അപ്പം കുറച്ചുകൂടെ നേരത്തെ പോയാലേ പറ്റുള്ളൂ, അത്രയ്ക്കും തിരക്കാണ്. അങ്ങനെ രാവിലെ പോയി റെസിപ്റ്റൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാനും അമ്മയും 2 തട്ടപൂജയാണ് നടത്തുന്നത്. അങ്ങനെ തട്ടത്തിൽ ഫ്രൂട്ട്സൊക്കെ കറക്റ്റ് ചെയ്ത് വെച്ചു. അതിനുശേഷം സെൻട്രലായിട്ട് ഒരു വെറ്റില വെച്ചിട്ട് അതിന് മുകളിലായിട്ട് ഒരു മൺചിര, അതിൽ നെയ്യ് ഒക്കെ ഒഴിച്ചിട്ട് അതിലൊരു വിളക്ക് കത്തിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആ തട്ടം നടക്കിൽ വെച്ചിട്ടുണ്ടായിരുന്നു. തിരുമേനി എടുത്ത് അകത്ത് കൊണ്ടുപോയി പൂജിച്ചു. അതിനുശേഷം ഇത് നമ്മുടെ തട്ടുപൂജയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ തട്ടാണ്. അങ്ങനെ തട്ടത്തിൽ നിന്ന് നമ്മൾ ഫ്രൂട്ട്സൊക്കെ കവറിലോട്ട് ഇങ്ങനെ വാരി വയ്ക്കുകയായിരുന്നു. ആ സമയത്തൊരു നല്ല വയസ്സായിട്ടുള്ള ഒരു അമ്മ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളോട് പറഞ്ഞു, ഫ്രൂട്ട്സൊക്കെ ഒരുപാടുണ്ട്, ഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സൊക്കെയാണിത്. അപ്പോൾ നമുക്ക് മാമ്പഴം കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ കടയിൽ പോയ സമയത്ത് സുബ്രഹ്മണ്യ സ്വാമിക്ക് പഴുത്ത മാമ്പഴം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചില്ല. കാരണം ബാക്കി എല്ലാ ഫ്രൂട്ട്സും നമുക്ക് കിട്ടി, മാമ്പഴം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ബാക്കി എല്ലാ ഫ്രൂട്ട്സും നമ്മൾ തട്ടത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ കരിക്ക് നമുക്ക് കിട്ടിയിട്ടില്ലായിരുന്നു, കരിക്ക് വാങ്ങിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ഇത് ഭഗവാൻ കരിക്കും നാരങ്ങ നമ്മൾ വാങ്ങിച്ചിട്ടില്ലായിരുന്നു. ബാക്കി എല്ലാ ഫ്രൂട്ട്സും ഉണ്ടായിരുന്നു. ഈ കരിക്ക് ഭഗവാൻ നമുക്ക് ഒരു കരിക്കും 3 നാരങ്ങയും ഭഗവാൻ അത് നമുക്ക് തന്ന പ്രസാദമായിട്ട് നമ്മൾ കരുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ മുത്തശ്ശി പറഞ്ഞു, ഒരു പഴുത്ത മാമ്പഴം കൂടി ഉണ്ടായിരുന്നെങ്കിൽ കേമായിരുന്നു എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, ഞാനാണ് തലേ ദിവസം വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പഴുത്ത മാമ്പഴം ഇല്ലായിരുന്നു. ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇങ്ങനെ തട്ടപൂജ നടത്തുമ്പോൾ മാമ്പഴം കൂടി വെക്കണേ എന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിച്ചില്ല. പിന്നെ വീട്ടിൽ വന്നിങ്ങനെ വൈകിട്ട് വിളക്ക് കത്തിച്ച ശേഷമാണ് നമ്മളിങ്ങനെ ഇരുന്ന് പറഞ്ഞപ്പോഴാണ് നമുക്കങ്ങനെ തോന്നിയത്, ഭഗവാൻ തന്നെ വന്ന് പറഞ്ഞതാണ് എന്ന്. നമുക്കത് എന്തോ പിന്നെ വല്ലാത്തൊരു അതിശയം പോലെ നമുക്ക് തോന്നി, വല്ലാത്തൊരു അനുഭൂതിയായിരുന്നു. അതെപ്പോഴും ഭയങ്കര എന്തോ ഇതുപോലെ തോന്നുന്നു. പിന്നെ ഉച്ചയ്ക്ക് പച്ചരി ചോറാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. നാളെ പൂർണ്ണ ഉപവാസമാണ്. നാളെ സ്കന്ദഷഷ്ടി പൂർണ്ണമാവുന്ന ദിവസമാണ്. അപ്പോൾ നാളെ ഉപവാസമാണ്. അപ്പോൾ അതുകൊണ്ട് ഒന്നും കഴിക്കില്ല. പിന്നീട് ഭഗവാനെ വിളക്ക് കത്തിച്ച ശേഷം നമ്മൾ കീർത്തനങ്ങൾ വായിച്ചു, സ്കന്ദഷഷ്ടി കവചം വായിച്ചു, അത് ശ്രവിച്ചു. അതിനുശേഷം ഭഗവാന് നമ്മൾ കുറച്ച് സമയം അങ്ങനെ ഭഗവാന്റെ ചിന്തയിൽ മുഴുകി ഭഗവാനെ തന്നെ നോക്കിയിരുന്നു. പിന്നെ രാത്രി പയർ ഉലർത്തിയതാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.